നമസ്കാരം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ദില്ലിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊപ്പം ഉച്ചഭക്ഷണം പങ്കുവച്ചതും അവരുടെ പരാതികൾ കേട്ടതുമായ വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ ഉപജീവന പ്രശ്നങ്ങളിൽ പങ്കാളിയാക്കാനും നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ കാഴ്ചയിൽ ആകർഷകമായി തോന്നാമെങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ അജണ്ടയും ആത്മാർത്ഥത ഇല്ലായ്മയും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും രാഷ്ട്രീയ പ്രതിസന്ധികളിലും മാത്രം പൊതുജനങ്ങളെയും തൊഴിലാളികളെയും തേടിയിറങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ ജനസമ്പർക്ക പരിപാടികൾ വെറുമൊരു ജനപ്രിയ നാടകം മാത്രമാണെന്ന അല്ലെങ്കിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണെന്ന വിമർശനം ഇതിനകം തന്നെ ശക്തമായി കഴിഞ്ഞു. ദീർഘകാലമായി രാജ്യം ഭരിച്ച ഒരു വലിയ പാർട്ടിയുടെ മുൻ അധ്യക്ഷനിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരം ഉപരിപ്ലവമായ വിനോദയാത്രകളല്ല, മറിച്ച് വ്യക്തമായ നയരൂപീകരണങ്ങളും പ്രായോഗികമായ പരിഹാര മാർഗങ്ങളുമാണ്. ദില്ലിയിലെ ബംഗാളി മാർക്കറ്റിന് സമീപമുള്ള ടോഡൽമൽ പാർക്കിൽ വെച്ച് രാഹുൽ ഗാന്ധി ഓട്ടോ തൊഴിലാളികളുമായി സംവദിച്ചപ്പോൾ ഇന്ധനവില വർധനവ്, ജീവനച്ചെലവ്, കുറഞ്ഞ വരുമാനം തുടങ്ങിയ ഗൗരവമേറിയ പല പ്രശ്നങ്ങളും തൊഴിലാളികൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്തെങ്കിലും വ്യക്തമായ സാമ്പത്തിക ബദലോ നയപരമായ കാഴ്ചപ്പാടോ മുന്നോട്ട് വയ്ക്കുവാൻ കോൺഗ്രസ് എം പിക്ക് കഴിഞ്ഞില്ല. കേവലം അരമണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഒരു അനൗദ്യോഗിക കൂടിക്കാഴ്ചയിലൂടെയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നൽകുന്നതിലൂടെയും സാധാരണക്കാരുടെ അടിസ്ഥാനപരമായ പ്രതിസന്ധികൾക്ക് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുക എന്ന് മനസ്സിലാകുന്നില്ല. പ്രശ്നങ്ങൾ കേൾക്കുക എന്നതിനുമപ്പുറം അവ പരിഹരിക്കാനുള്ള പാർലമെന്ററി ഇടപെടലുകളോ കൃത്യമായ പദ്ധതികളോ മുന്നോട്ട് വയ്ക്കാത്ത ഇത്തരം പരിപാടികൾ വെറും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നാടകങ്ങളായി മാത്രമേ അവശേഷിക്കുകയുള്ളൂ. കഴിഞ്ഞ കുറച്ചു കാലമായി രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോറി ഡ്രൈവർമാർ, ഡെലിവറി ബോയ്സ്, കർഷകർ, മെക്കാനിക്കുകൾ എന്നിവരെ സന്ദർശിക്കുന്ന ചിത്രങ്ങൾ കോൺഗ്രസ് വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഇത്തരം സന്ദർശനങ്ങൾ കൊണ്ട് ആ തൊഴിലാളി സമൂഹത്തിന് എന്തെങ്കിലും ശാശ്വതമായ നേട്ടമുണ്ടായതായി ചരിത്രമില്ല. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണേണ്ടത് ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരം താൽക്കാലിക സന്ദർശനങ്ങൾ വഴിയല്ല. കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ മുൻപ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഇതേ ഓട്ടോ ടാക്സി തൊഴിലാളികൾ നേരിടുന്ന സമാനമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ രാഹുൽ ഗാന്ധിക്കോ അയാളുടെ പാർട്ടിക്കോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ധന നികുതി കുറയ്ക്കുവാനോ ടാക്സി തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതികൾ ഉറപ്പാക്കാനോ തയ്യാറാകാത്തവർ ദില്ലിയിൽ വന്ന് ഓട്ടോ തൊഴിലാളികളോട് സഹതാപം പ്രകടിപ്പിക്കുന്നത് കപടതയാണ്. ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും ദിവസങ്ങൾക്ക് മുൻപ് മെയ് 21 മുതൽ 23 വരെ വലിയ രീതിയിലുള്ള ഗതാഗത പണിമുടക്ക് നടന്നിരുന്നു. 68ലധികം ട്രാൻസ്പോർട്ട് യൂണിയനുകൾ പങ്കെടുത്ത ഈ ചക്കോജാം സമരം ജനജീവിതത്തെ സാരമായി ബാധിച്ചപ്പോൾ അതിലിടപെടാനോ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഭരണകൂടത്തിന് മുന്നിൽ ശക്തമായി ഉന്നയിക്കുവാനോ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല. സമരമെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം എല്ലാം ശാന്തമായപ്പോൾ ഒരു മുൻകൂർ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ക്യാമറ സംഘങ്ങളുമായി വന്ന് ഓട്ടോ ഡ്രൈവർമാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പാവപ്പെട്ട തൊഴിലാളികളുടെ ദയനീയാവസ്ഥയെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. കൃത്യമായ പ്രസംഗങ്ങളോ നയപരമായ പ്രഖ്യാപനങ്ങളോ ഇല്ലാതെ വെറുമൊരു ഇമേജ് ബിൽഡിംഗ് പരിപാടിയായി ഈ കൂടിക്കാഴ്ച അവസാനിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് കൂടുതൽ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ഇത്തരം കെട്ടിപ്പിടുത്തങ്ങളും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുകകളും കൊണ്ട് മാത്രം വോട്ട് നേടാമെന്ന കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലുകൾ പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. തൊഴിലാളികൾക്ക് വേണ്ടത് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള കൃത്യമായ സാമ്പത്തിക സുരക്ഷിതത്വവും നയങ്ങളുമാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള രാഹുൽ ഗാന്ധിയുടെ ആഡംബരപൂർണ്ണമായ ഇത്തരം ലളിത ജീവിത പ്രകടനങ്ങളല്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതും ഗൗരവമേറിയതുമായ പാർലമെന്ററി ഇടപെടലുകൾ നടത്തുന്നതിന് പകരം രാഹുൽ ഗാന്ധി ഇപ്പോഴും പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനെ പോലെ ഇത്തരം PR സ്റ്റണ്ടുകളുമായി മുന്നോട്ട് പോകുന്നത് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. രാഹുൽ ഗാന്ധി ദില്ലിയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചത് തന്നെ വലിയൊരു വിപ്ലവമായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുമ്പോൾ മുൻകാലങ്ങളിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാരുകളുടെ നയങ്ങൾ ഈ അസംഘടിത മേഖലയോട് എത്രത്തോളം ക്രൂരമായിരുന്നു എന്നത് ചരിത്രം പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും. ഇന്ന് തൊഴിലാളികളുടെ കണ്ണീരൊപ്പം ക്യാമറ കണ്ണുകളുമായി ഇറങ്ങിത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടി ഭരണത്തിലിരുന്ന 10 വർഷക്കാലം ഇതേ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ എങ്ങനെയാണ് ദുരിതത്തിലേക്ക് തള്ളിയിട്ടതെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. വെറുമൊരു ജനപ്രിയ ഇമേജ് നിർമ്മിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം നാടകങ്ങൾ കോൺഗ്രസിൻ്റെ മുൻകാല ഭരണ പരാജയങ്ങളെയും തൊഴിലാളി വിരുദ്ധ നയങ്ങളെയും മറച്ചുപിടിക്കാനുള്ള കപട ശ്രമങ്ങൾ മാത്രമാണ്. UPA ഭരണകാലത്ത് ഇന്ത്യയിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് നഗരങ്ങളിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി ഇന്ധനവിലയുടെ അടിക്കടിയുള്ള വർധനമായിരുന്നു. അന്താരാഷ്ട്ര വിപണിയിലെ വില വ്യത്യാസങ്ങൾക്കനുസരിച്ച് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകൾ നിശ്ചയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് വിട്ടു നൽകിയ UPA സർക്കാരിൻ്റെ നയം വലിയ തോതിലാണ് സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളെ
ബാധിച്ചത്. നിയന്ത്രണങ്ങളില്ലാതെ ഇന്ധനവില കുതിച്ചുയർന്നപ്പോൾ അതനുസരിച്ച് യാത്രാക്കൂലി വർദ്ധിപ്പിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ തയ്യാറാകാതിരുന്നത് ഡ്രൈവർമാരുടെ ദൈനംദിന വരുമാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി. അന്ന് പാർലമെന്റിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതൃത്വമോ ഈ ഇന്ധന വിലക്കയറ്റത്തിൽ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ തൊഴിലാളികളെ സഹായിക്കുവാൻ ഒരു നികുതി ഇളവോ സബ്സിഡിയോ പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. ഇതിനു പുറമെ UPA ഭരണകാലത്ത് രാജ്യത്ത് നടപ്പിലാക്കിയ പല നഗരവികസന പദ്ധതികളും പരിസ്ഥിതി നിയമങ്ങളും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണ് വരിയിടുന്നതായിരുന്നു. കൃത്യമായ ബദൽ സംവിധാനങ്ങളോ സാമ്പത്തിക സഹായങ്ങളോ നൽകാതെ പഴയ വാഹനങ്ങൾ നിരോധിക്കുവാനും CNG പോലുള്ള ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറാനും തൊഴിലാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി. ലക്ഷക്കണക്കിന് രൂപ കടമെടുത്ത് പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറേണ്ടി വന്ന സാധാരണക്കാരായ ഡ്രൈവർമാർക്ക് വലിയ രീതിയിലുള്ള സബ്സിഡികളോ വായ്പകളോ നൽകുവാൻ അന്ന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇൻഷുറൻസ് പ്രീമിയം തുക കുത്തനെ കൂട്ടിയതും പെർമിറ്റ് പുതുക്കുന്നതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾക്കുമായി ഏർപ്പെടുത്തിയ കടുത്ത നിയമങ്ങളും അസംഘടിത തൊഴിലാളികളെ കൂടുതൽ കടക്കണിയിലേക്കാണ് തള്ളിയിട്ടത്. സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ കഴിയുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കായി ദേശീയ തലത്തിൽ ഒരു പ്രത്യേക ക്ഷേമനിധി ബോർഡോ പെൻഷൻ സംവിധാനങ്ങളോ നടപ്പിലാക്കണമെന്ന ആവശ്യത്തോട് UPA സർക്കാർ പൂർണ്ണമായും മുഖം തിരിക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയ ലോബികൾക്കും വൻകിട കോർപ്പറേറ്റുകൾക്കും വേണ്ടി നയങ്ങൾ രൂപീകരിച്ചപ്പോൾ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അസംഘടിത ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ചികിത്സാ സഹായമോ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളോ ഇല്ലാതെ ദുരിതമനുഭവിച്ച ഒരു ജനവിഭാഗത്തെ അക്കാലത്ത് പാടെ അവഗണിച്ചവരാണ് ഇന്ന് ദില്ലിയിലെ തെരുവുകളിൽ വന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് സഹതാപം പ്രകടിപ്പിക്കുന്നത്. അധികാരത്തിലിരുന്നപ്പോൾ സാധാരണക്കാരുടെ ഉപജീവന മാർഗങ്ങളെ തകർക്കുന്ന നയങ്ങൾ സ്വീകരിക്കുകയും അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അവരെ സംരക്ഷിക്കാനെന്ന വ്യാജേനെ തെരുവിൽ നാടകങ്ങൾ കളിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ശൈലി കപട രാഷ്ട്രീയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. തൊഴിലാളികൾക്ക് വേണ്ടത് ക്യാമറയ്ക്ക് മുന്നിലെ ഈ താൽക്കാലിക കെട്ടിപ്പിടുത്തങ്ങളല്ല, മറിച്ച് തങ്ങളുടെ കുടുംബം പുലർത്താൻ ആവശ്യമായ കൃത്യമായ സാമ്പത്തിക സുരക്ഷിതത്വമാണ്. സ്വന്തം ഭരണകാലത്തെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കാരണം ലക്ഷക്കണക്കിന് ഓട്ടോ തൊഴിലാളികളെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് അതേ തൊഴിലാളികളുടെ പേരിൽ രാഷ്ട്രീയം കളിക്കാൻ യാതൊരുവിധ ധാർമ്മിക അവകാശവുമില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.